പേടിക്കണ്ട പൊന്നി, പകല് തൊടൂല, ഹൈത്തോണ്ട്. ചാത്തൻ ഇനി എത്തിയിട്ടില്ല. ഉദിച്ച നാഴി എത്രയപ്പോ അവൻ എളുപ്പരിക്കാം. ഇന്നലെ അവനെ നേരി അടച്ചിട്ടമ്പ്ര. ഓ എടോട്ട് ചാളയിൽ വെച്ച്. കാവൽ ചാളയിലോ? അതോ ആ കാവൽ ചാളയില്. ചട്ടോ? മന്ത്രവാദി ഒഴിപ്പിച്ചു വിട്ട്. ഭാഗ്യായി. 2 കാളകൾ ചെയ്യുന്ന പണി അവൻ ഒറ്റയ്ക്ക് ചെയ്യും. ചട്ട അതൊരു നഷ്ടായന്. കേമനവൻ മുഖം വലിക്കുമ്പോ ഇവൻ നിന്ന് കിടക്കും. തളർത്തയില്ലാത്തൊരു ജന്തു അവൻ. അവൻ ഇവനെക്കാളും ചെറുപ്പമല്ലയോ തിരുമേനി? പോരാത്തതിന് പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലേ താനും. അത് നമുക്കൊരു നഷ്ടായി. പൊക്ക നിന്റെ മോളെ വിടറ. ആ തെറിച്ച അടി. ചാത്താ, ചാത്താ, മൈന പൊക്കന്റെ മോള്. ചാത്തൻ എവിടെ? ചാത്തനിപ്പോ താഴ്ത്തി വെക്കടാ അങ്ങോട്ടല്ല. എന്നാടാ ആര് കേറ്റങ്ങോട്ട്. പിടിക്ക. പിടിച്ചോ. സ്വപ്നം കാണുന്നോടെ പന്നിന്. എന്താ നിനക്ക് ആലോചിക്കാൻ? എന്താ പൊടിച്ച്? അവനോട് പുറത്ത് മാപ്പാക്കണം. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ച് കൂട്ടണേ? ആലോചിക്കാൻ സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികള് സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്കുക.
കുംഭം നിറയ്ക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സവർണ ജാതിക്കാരിൽ തരും. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്കുക. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ കുടിച്ച്? ശീല കൊണ്ട് മാറി മറിച്ചപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവര് മറച്ചോ. പക്ഷെ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം, വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? മാറിയിരിക്കുക നീചജാതികള്. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്തേ ചാത്തനൊന്നും പറയാത്തേ? മണ്ണി പൊന്ന് വിളയിക്കാനല്ലാതെ ഏന് വേറൊന്നും അറിയില്ല അമ്പരാട്ടി. അത് പോരാ ചാത്ത. ഈ ചാളയിലെത്തുന്നത് വരെ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ ക്രൂരമായ മതപരിവർത്തനങ്ങൾക്കിടയിൽ ചാരിത്രം സംരക്ഷിക്കാൻ ഓടിയ ഞാൻ ഇവിടെത്തി. മുഹമ്മദീയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്. അകത്തളങ്ങളിൽ അടച്ചിടുകയല്ലാതെ ജീവിതം എന്തെന്ന് സവർണ മേധാവിത്വം സ്ത്രീകളെ പഠിപ്പിച്ചില്ല ചാത്ത. അമ്പരാട്ടി ചാളെ കഴിയണ ശരിയാവൂല. അമ്പരാട്ടി പോണം, എവിടെയാലും പോയി സന്തോഷമായിട്ട് കഴിയണം. ഞാനിവിടെ നിൽക്കണത് ചാത്തന് ഇഷ്ടമല്ല. അമ്പരാട്ടി പോണം, അമ്പരാട്ടി പോണം. ഈ ചാള വിട്ട് ഞാൻ പോണെങ്കി അത് മണ്ണിലോട്ട് മാത്രമായിരിക്കും.